നമസ്കാരം, എല്ലാവർക്കും വ്യൂ സ്പോർട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ബാഴ്സലോണ 3-1 ബെൻഫിക്കയെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനൽ യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ കടന്നിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു ബാഴ്സലോണക്കത്. ബാഴ്സലോണയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ 3 ഗോൾ, റഫീഞ്ഞ 2 ഗോളും ഒരു അസിസ്റ്റും നേടിയപ്പോൾ യമീൻ യമാൽ 1 ഗോളും നേടി. ബെൻഫിക്കയ്ക്കും വേണ്ടിയിട്ട് നിക്കോളാസ് ഒറ്റാമെൻഡിയായിരുന്നു 1 ഗോൾ മടക്കിയത്. മത്സരത്തിന്റെ 11ാമത്തെ മിനിറ്റിൽ യമാൽ 2 ബെൻഫിക്ക ഡിഫൻഡേഴ്സിനെ ട്രിപ്പിൾ ചെയ്ത് നൽകിയ പാസ് റഫീഞ്ഞയ്ക്ക് ഒന്ന് ടച്ച് ചെയ്യേണ്ട ആവശ്യമായിരുന്നു ഗോളിലേക്ക്. മനോഹരമായിട്ടുള്ള ഒരു ഗോളായിരുന്നു ബാഴ്സലോണയുടെ ഫസ്റ്റ് 11ാമത്തെ മിനിറ്റിൽ നേടിയ ഗോൾ. തൊട്ടടുത്ത മിനിറ്റിൽ ലഭിച്ച കോർണർ കിക്കിൽ നിന്ന് ബെൻഫിക്കയ്ക്ക് വേണ്ടിയിട്ട് അർജന്റീനയുടെ നിക്കോളാസ് ഒറ്റാമെൻഡി 1 ഗോൾ മടക്കി ഹെഡറിലൂടെ. മത്സരം വീണ്ടും 1-1 എന്ന സ്കോറിൽ. വീണ്ടും മത്സരത്തിന്റെ കൺട്രോൾ ബാഴ്സ മിഡ്ഫീൽഡ് ഏറ്റെടുത്തു. പെട്രിയും ഡിയോങ്ങും തുടർച്ചയായിട്ട് മധ്യനിര കൺട്രോൾ ചെയ്തു. അതിന്റെ തുടർച്ചയെന്നോണം റഫീഞ്ഞയിൽ നിന്ന് ലഭിച്ച പാസ് യമാൽ ഔട്ട് ഓഫ് ദി ബോക്സിൽ നിന്ന് തൊടുത്ത ഷോട്ട് ബെൻഫിക്കയുടെ വല തുളച്ചു കയറി. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു അത്. ബാഴ്സ ആരാധകർ മാത്രമല്ല, ഫുട്ബോൾ ലോകവും അമ്പരന്നൊരു ഗോളായിരുന്നു അത്. മത്സരം വീണ്ടും പുരോഗമിക്കുന്നു. ബാഴ്സലോണയുടെ ലെഫ്റ്റ് ബാക്ക് ബാൾഡെ പന്തുമായിട്ട് മുന്നേറുന്നു. എതിർ പോസ്റ്റിന്റെ ഡി ബോക്സിൽ വെച്ച് പന്ത് ബാൾഡെ റഫീഞ്ഞ കൈമാറുന്നു. റഫീഞ്ഞയുടെ ഇടങ്കാലൻ ഷോട്ട് വീണ്ടും ബെൻഫിക്കയുടെ വല കുലുക്കുന്നു. 3-1 വിജയം വീണ്ടും ബാഴ്സലോണക്ക്. ടോട്ടൽ അഗ്രിഗേറ്റ്സ് 4-1. മത്സരത്തിൽ ബാഴ്സലോണ 20 ഷോട്ടാണ് നേടിയത്. അതിൽ 6 എണ്ണം ഓൺ ടാർഗറ്റ് ആണ്. 66% ബോൾ പൊസിഷൻ ബാഴ്സലോണയുടെ കയ്യിലായിരുന്നു. മറുഭാഗത്ത് ബെൻഫിക്ക ആകട്ടെ 6 ഷോട്ടുകൾ നേടി. അതിൽ 2 ഓൺ ടാർഗറ്റ് ആയിരുന്നു. 34% ബോൾ പൊസിഷൻ ആയിരുന്നു ബെൻഫിക്ക ഉണ്ടായിരുന്നത്. 650ഓളം പാസസ് ബാഴ്സലോണ നേടി. 338 പാസസ് ബെൻഫിക്കയും നേടി. ബാഴ്സലോണയുടെ പാസിംഗ് ആക്യുറസി 89% ആണ്. ബെൻഫിക്കയുടേത് 78%. മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് മറ്റാരുമായിരുന്നില്ല, പെട്രി ആയിരുന്നു. മിഡ്ഫീൽഡിലെ കളി നിയന്ത്രിച്ചിരുന്ന പെട്രി. റഫീഞ്ഞ 2 ഗോളുകളും 1 അസിസ്റ്റും നേടിയിട്ടോ റഫീഞ്ഞക്കും യമാലിനും മാൻ ഓഫ് ദി മാച്ച് ആയില്ല. കാരണം മിഡ്ഫീൽഡ് നിയന്ത്രിച്ചത് പെട്രിയാണ്. ബാഴ്സയുടെ മത്സരത്തിൽ അറ്റാക്കിങ്ങിലും ഡിഫെൻസീവിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പെട്രി മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി 96% ആയിരുന്നു. അർഹതപ്പെട്ട മാൻ ഓഫ് ദി മാച്ച് പ്രകടനം തന്നെയാണ് പെട്രി കാഴ്ചവെച്ചത്. ക്വാർട്ടർ ഫൈനലിലെത്തിയ ബാഴ്സലോണ ക്വാർട്ടർ ഫൈനലിൽ നേരിടാൻ പോകുന്ന ടീം ഒന്നല്ലെങ്കിൽ ജർമ്മനിയുടെ ബൊറൂസിയ ഡോർട്ട്മുണ്ടോ അല്ലെങ്കിൽ ഫ്രഞ്ച് ടീമായ ലില്ലെയോ ആയിരിക്കും.